ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തില് ഒറ്റപ്പെടലിന്റെ വേദന എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് അറിയാം എനിക്ക്. അങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആത്മാർത്ഥത കാണിച്ചിട്ടും ഒരുപാട് സ്നേഹം നമ്മൾ കൊടുത്തിട്ടും തിരിച്ചതൊന്നും കിട്ടാത്തതായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു, ആത്മാർത്ഥതയുടെ നിറകുടം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവഗണന മാത്രം, എല്ലായിടത്തു നിന്നും നിങ്ങളെ തഴഞ്ഞു നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ തള്ളി മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, ഇതൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങും എത്തിപ്പെട്ടിട്ടില്ല, മൊത്തം ഒരു നിരാശ, ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ, ഇങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മൾ സാധാരണ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഒന്ന് ഡെസ്പ് ആവാറുണ്ട് അല്ലെ, മനസ്സ് പെട്ടെന്നൊന്ന് ഡൗൺ ആവും, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ അവിടെ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കുക, രണ്ട് ഓപ്ഷനേ ഉള്ളൂ നമുക്ക്. ഒന്നെങ്കിൽ അതേപോലെ വീണെടുത്ത് തന്നെ കിടക്കുക. വീണെടുത്ത് തന്നെ കിടക്കുക എന്ന് പറയുമ്പോൾ പുറകിൽ വരുന്ന ആളുകളെല്ലാം നമ്മളെ ചവിട്ടി തേച്ച് മുമ്പോട്ട് പോയി അവരുടെ വിജയം അവിടെ കിടന്നുകൊണ്ട് നമ്മൾ കാണേണ്ടി വരുന്നതായിട്ടുള്ള ഒരവസ്ഥ. ഇത് ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തത്, വീണെടുത്ത് നിന്ന് തന്നെ സ്വയം എഴുന്നേൽക്കുക. ഇവിടെ ആരും നമ്മളെ കൈ തരാനോ താങ്ങി നിർത്താനോ ഒന്നും ഉണ്ടായി എന്ന് വരില്ല. സ്വയം എഴുന്നേൽക്കുക. നമ്മൾ പറയില്ലേ, എന്താണ്, ജീവിതം പോരാടാനുള്ളതാണ്. ജീവിതത്തിൽ പോരാടിയവർക്ക് മാത്രമേ വിജയം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ, ജീവിതത്തിന്റെ മധുരത്തെ കുറിച്ച്, അല്ലെങ്കിൽ മധുരം ആണ് ജീവിതം എന്നൊക്കെ പറയുന്നവര് ജീവിതത്തിന്റെ കയ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളവര് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഉയർച്ച, അല്ലെങ്കിൽ ഉയരണം, എനിക്ക് വളരണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എന്തായാലും ഡെവലപ്പ് ചെയ്യണം. കാരണം പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഒന്നിനു പുറമെ ഒന്നായിട്ട്. നമ്മൾ തിരമാലയില്ലേ, കടലില് തിരമാല പോലെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒഴിഞ്ഞിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം ശാന്തമാകട്ടെ, എന്നിട്ട് ഞാൻ ഓക്കെ ആകാം, നോർമൽ ആകാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സമയം ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോ ഒന്നുകൊണ്ട് ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റാർട്ടിങ് ഫ്രം സീറോ എന്ന് പറയുന്നത് ഒരു വലിയ തുടക്കമാണ്. സീറോയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതം തുടങ്ങുക എന്ന് പറയുന്നത്. എന്തൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നഷ്ടപ്പെട്ടതെല്ലാം ഓരോന്നായി ഓരോന്നായി നിങ്ങൾ തിരിച്ചു പിടിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, അതാണ് നിങ്ങൾക്ക് നൽകുന്ന മധുരം എന്ന് പറയുന്നത്. നെല്ലിക്ക പോലെയാണ് ഇത്. ആദ്യം ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും, നിങ്ങൾ ഡെസ്പ് ആവുമ്പോഴും, നിങ്ങളെ ആളുകൾ കുറ്റപ്പെടുത്തുമ്പോഴും തളർത്തുമ്പോഴും എല്ലാം നെല്ലിക്ക പോലെ നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കഴിക്കും, പക്ഷെ നാളെ ഇതെല്ലാം എനിക്ക് മധുരിക്കുന്ന ഒരു സമയം ഉണ്ടാകും. അത് ഈ കയ്പെല്ലാം അങ്ങോട്ട് പോട്ടെ, കയ്പെല്ലാം പോയി കഴിഞ്ഞു കഴിയുമ്പോൾ മധുരിക്കുന്ന ഒരു സമയം എനിക്കും ഉണ്ട് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. പിന്നെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിന് ഒരു പനി വന്നു എന്ന് വിചാരിക്കുക അല്ലെ, ഒട്ടുമിക്കവർക്കും വരുന്ന ഒരു കാര്യമാണ്. പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരവസ്ഥയാണ് ശരിക്കും ശരീരത്തിന്റെ. അത് പല കാരണങ്ങളെ കൊണ്ടുവരും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഡോളോ അല്ലെങ്കിൽ ഒരു പാരാസെറ്റമോളോ ഒക്കെ കഴിച്ച് ആ ഒരു പനി ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും 1-2 ദിവസം കൊണ്ട് അതങ്ങ് മാറും. അല്ലാതെ ഒരു പനി വന്നു എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതേപോലെ നമ്മുടെ മനസ്സിനും ചിലപ്പോൾ വരുന്ന ഒരു കാര്യമാണ് പനി എന്ന് പറയുന്നത്. മനസ്സിന് വരുന്ന പനിയാണ് നമ്മൾ തളർന്നു കിടക്കുന്നത്, ഒന്നിനും ഒരു മൂഡില്ലാത്തത്, നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആരും ഏതുമില്ല എനിക്ക് എന്ന് ചിന്തിക്കുന്നത്. ഇതെല്ലാം മനസ്സിന്റെ ഒരു പനിയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എന്താ മെഡിസിൻ ആയിട്ട് എടുക്കുന്നത്? നമ്മളൊരു ഡോളോ പാരസെറ്റമോളോ ശരീരത്തിന് കൊടുക്കുന്ന പോലെ മനസ്സിനും തീർച്ചയായിട്ടും ഈ ഒരവസ്ഥയ്ക്ക് മരുന്നെന്ന് പറയണതുണ്ട്. ആ മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം എന്ന് പറയണതുണ്ടല്ലോ, ചിട്ടയായ ഒരു ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ തന്നെ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങളൊന്നും അല്ല,
ഇതൊന്നും അറിയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള വെറും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഡെസ്പാണ് എന്ന്, അതായത് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ്, നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷ ഇല്ല എന്ന് നിങ്ങൾ ഇനി അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ആദ്യം അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. 2, ഈ അവസ്ഥയും മാറും. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല. മാറ്റം എല്ലായിടത്തും ഉണ്ടാവും. മനുഷ്യരിൽ ഉണ്ടാകും, പ്രപഞ്ചത്തിൽ ഉണ്ടാകും, അല്ലെ? ഈ പ്രകൃതിക്കൊക്കെ മാറ്റങ്ങളില്ലേ? അപ്പൊ അതേപോലെ ഒന്നും സ്ഥിരമല്ല, ഇതെല്ലാം മാറി മാറി വരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. ഇനി കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞില്ലേ, ചിട്ടയായ ഒരു ജീവിത രീതി ഒരു മനുഷ്യനെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കാൻ മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം കൂടി നേടിയെടുക്കാനാണ് സഹായിക്കുക. അതായത് ഓരോ ദിവസവും നമ്മൾ തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക, പല ദിവസങ്ങളിൽ ഉറക്കമില്ലാതിരിക്കുക, തോന്നുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, ചില കാര്യങ്ങൾ ചില ദിവസം ചെയ്യുക, ചില ദിവസം ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുക. ഇങ്ങനെയുള്ളതല്ലാതെ നമ്മൾ റെഗുലർ ആയിട്ട് ഇത് കുറച്ച് ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അതിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. 1, മാക്സിമം നിങ്ങൾ രാവിലെ നേരത്തെ ഉണരാനായിട്ട് തന്നെ ശ്രമിക്കുക. ഒരുപാട് ആളുകൾ പറയുന്നില്ല, ജീവിത വിജയം നേടിയെടുക്കുന്ന ആളുകളെല്ലാം ഏറ്റവും പുലർകാലെ എഴുന്നേറ്റിട്ടുള്ളവരാണ് എന്ന് പറയുമ്പോൾ വെറുതെ എഴുന്നേറ്റിരിക്കാനോ വെറുതെ ആകാശത്തേക്ക് നോക്കി ഇരിക്കാനോ ഒന്നും അല്ല അങ്ങനെ എഴുന്നേൽക്കുന്നത്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം, ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ രാവിലത്തെ സമയം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ഒരു 6 മണിക്ക് 6:30ക്കൊക്കെ ഉണരുന്നവരാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെയാക്കി നോക്കുക എന്ന് കരുതി 4 മണിക്കും 4:30ക്കും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. കഴിയുന്നതും നിങ്ങളൊരു 5:30ക്ക് മുമ്പെങ്കിലും ഉണരാനായിട്ട് ശ്രമിക്കുക. 5 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം നിങ്ങൾ കൊണ്ടുവരിക. 2ാമത്തെ കാര്യം, മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ മനസ്സ് ഡൗൺ ആയിട്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും ഏറ്റവും പോസിറ്റിവിറ്റി നിങ്ങളിൽ നിറയ്ക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. ഇത് ഡൗൺ ആയിരിക്കുമ്പോൾ ഒന്നിനും തോന്നുന്നില്ല എന്ന് പറയുന്നവർക്ക് വെറുതെ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. ഇനി ഇരുന്നു കൊണ്ടാണെങ്കിൽ നിങ്ങൾ നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ കണ്ണുകൾ അടച്ച് നിങ്ങളൊന്നിരിക്കുക. ഓക്കെ, കൈ ചിന്മുദ്രയിൽ പിടിച്ചിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് കണ്ണുകൾ അടയ്ക്കുക. എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ചിന്തകളെ ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ശ്വാസത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇടയ്ക്ക് ഓരോ ചിന്തകൾ, വേണ്ടാത്ത ചിന്തകളൊക്കെ വരും, വന്നോട്ടെ. അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നമ്മൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മളിലേക്ക് കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടാത്തതിനെ നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. പക്ഷെ അത് വരും, നമ്മുടെ ലൈഫിൽ വരും. നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട എന്ന് മാത്രം. ജസ്റ്റ് വന്ന് പൊക്കോട്ടെ, അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് അധിക സമയമൊന്നും വേണ്ട. തുടക്കത്തില് നിങ്ങൾ കുറച്ച് സമയം അങ്ങനെയൊന്നും ഇരിക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെന്റ്. മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം നടക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ ഒരുപാട് കായികാധ്വാനമുള്ള എക്സസൈസ് ഒന്നും നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഒരു മെന്റലി ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ആ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നടക്കുക എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതും രാവിലത്തെ സമയം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൂടെ, മുറ്റത്താകാം, ടെറസിലാകാം, ഈവൻ ഇനി നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് എങ്കിൽ അവിടെയാകാം. അപ്പൊ ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു ഫ്രഷ് എയർ നമ്മൾ ശ്വസിച്ചുകൊണ്ട് ഓക്സിജന്റെ അളവ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, സ്ട്രെസ് എല്ലാം മാറും. പിന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും, എണ്ണ തേച്ച് കുളിക്കുന്നത് രാവിലത്തെ നേരം നിങ്ങളൊന്ന് ശീലമാക്കുക. കുറച്ച് ദിവസം ഇതൊന്ന് ചെയ്തു നോക്കൂ. ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. അപ്പോ എണ്ണ തേച്ച് കുളിക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് തലയിലും നിങ്ങളുടെ കൈകാലുകള്, മുഖം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട്, ഇതെല്ലാം
നമ്മുടെ ശരീരത്തില് ഓക്സിജൻ, ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാനും അതുവഴി നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറിപ്പോകാനും സഹായിക്കും. അപ്പൊ നല്ലൊരു ഷവർ ബാത്ത് നല്ലതാണ്. ഇനി അടുത്ത് പുഴയോ കുളമോ ഒക്കെ ഉണ്ട് എങ്കിൽ മുങ്ങി കുളിക്കുന്നത് ഏറ്റവും, പണ്ട് കാലത്തുള്ളവർ പറയില്ലേ, അതായത് ഇന്നും 80ഉം 90ഉം വയസ്സായിട്ടുള്ള ആളുകൾ പയറുപടി പോലെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതിന്റെ ആരോഗ്യമൊക്കെ അവർ പറയില്ലേ, എണ്ണ തേച്ചുകുളി, അതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കുന്ന ശീലം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ കുളി ഒരുപാട് നല്ല ഒരു കാര്യമാണ്, അതും രാവിലെയുള്ള കുളി. ഇനി അടുത്ത പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ, ഇപ്പൊ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ വിളക്ക് കൊളുത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ, കാര്യങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ അത് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ ഒന്ന് മാറ്റിവെക്കുക. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇനി അടുത്ത അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഇത്, ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പോവുക. ഇനി പ്രാർത്ഥിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഒരുപാട് കടബാധ്യത ഉണ്ടെങ്കിൽ ഭഗവാനെ എന്റെ കടമെല്ലാം മാറ്റി തരണേന്നായിരിക്കരുത്. അസുഖമുണ്ടെങ്കിൽ ദൈവമേ എന്റെ അസുഖങ്ങൾ എനിക്ക് വരുത്തരുതേ, അങ്ങനത്തെ അല്ല നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ ഉരുവിടണം. എനിക്ക് നല്ല ആരോഗ്യവതി ആയിരിക്കുന്നതിന് നന്ദി, എനിക്ക് നല്ല ആരോഗ്യം തന്ന് അനുഗ്രഹിക്കുന്നതിന് നന്ദി ഭഗവാനെ. അതുപോലെ തന്നെ എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥകളെല്ലാം നീക്കി തന്ന് എനിക്ക് നല്ലൊരു സമ്പൽ സമൃദ്ധിയിലേക്ക്, നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതത്തിലേക്ക്, എല്ലാവരും എന്നെ അംഗീകരിക്കുന്ന ഒരു സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു സമയം എന്നിലേക്ക് വന്നു ചേരുന്നതിന് ഒരുപാട് നന്ദി. ഇങ്ങനെയുള്ള രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷനുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. ജോലിയാണെങ്കിൽ അങ്ങനെ, വിവാഹമാണെങ്കിൽ അങ്ങനെ, ഇപ്പൊ മറ്റുള്ളവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളതാണെങ്കിൽ അവരുടെ സ്നേഹം കിട്ടുന്നതിനായിട്ട്, ഇതൊക്കെ അവരുടെ സ്നേഹം കിട്ടുന്നതിനായിട്ട് നല്ല പറയേണ്ടത്, സെൽഫ് ലവ്, നമ്മൾക്കൊരു വില കൊടുക്കുക. എല്ലായിടത്തും എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ശീലം നിങ്ങൾ നിർത്തുക. നിങ്ങൾ ബിസി ആകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വേണ്ടി എപ്പോഴും അവൈലബിൾ ആയി തീരുമ്പോഴാണ് നമ്മൾക്ക് അവഗണനകളും ഒറ്റപ്പെടലുകളും നേരിടേണ്ടി വരുന്നത്. നമ്മൾ എന്താ പറയുക, നമ്മൾ കുറച്ച് ബിസിയാണ്, നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യുന്നു, നമ്മൾ നമുക്കൊരു വില കൊടുക്കുന്നു, നമ്മൾ നമ്മളെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ആളുകളൊക്കെ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞതില് നിങ്ങൾ കുറച്ച് ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ ചിട്ടയായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. അതിലൊന്ന് രാവിലെ ഉണരുന്ന ശീലം. രാവിലെ ഉണരണമെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങണം എന്നുള്ളത് അത് ഞാൻ പറയാം. അപ്പൊ രാവിലെ മാക്സിമം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്ന ടൈം അനുസരിച്ചിട്ട് രാവിലെ നിങ്ങൾ നേരത്തെ ഉണരുക. ഉണർന്നു കഴിഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യുക. ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസ് എങ്കിലും, അതായത് ബോഡി മൂവ്മെന്റ് എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അത് നടത്തമാകാം, സൈക്ലിംഗ് ആകാം, നീന്തുന്നതാകാം, ഒക്കെ ആകാം. ഓക്കെ, ഇനി നല്ലൊരു എണ്ണ തേച്ച് കുളിക്കുന്നത്, പിന്നെ പ്രാർത്ഥന. ഇനി അടുത്തതായിട്ട് ആറാമതായിട്ട് പറയാൻ പോകുന്ന ഹെൽത്തി ഫുഡ് നിങ്ങൾ ശീലമാക്കുക. പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവര്, ഇപ്പൊ ഹോസ്റ്റലിൽ താമസിക്കുന്നവരും പുറത്ത് ജോലി സംബന്ധമായിട്ടുള്ളവർക്കൊന്നും വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിലും കഴിയുന്നത്ര നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ശീലമാക്കുക. കാരണം ആഹാരത്തിനും നമ്മുടെ മനസ്സിനെ എന്താ പറയുന്നേ, ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കുറച്ച് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഫുഡുകൾ, പ്രോട്ടീൻ ആയിട്ടുള്ളതൊക്കെ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ആഹാരത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുക. മറ്റൊന്ന്, നിങ്ങൾ വായനയ്ക്ക് ഒരു സമയം എന്തായാലും നിശ്ചയിക്കുക. വായന എന്ന് പറയുമ്പോൾ എന്താ പറയാ, നല്ല നല്ല ബുക്കുകൾ, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന, പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന തരത്തിലുള്ളത്, അങ്ങനെയുള്ള ടൈപ്പ് ബുക്കുകളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ വായിക്കാനായിട്ട് കുറച്ച് സമയവും നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അതുപോലെ രാത്രിയിലാണ് എങ്കിൽ എങ്ങനെ വന്നാലും മാക്സിമം 10 മണി, അത് വിട്ടു പോവാത്ത രീതിയിൽ നിങ്ങൾ ഉറങ്ങാനായിട്ട് ശീലമാക്കുക. 11 മണി 12 മണിക്കൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾ കുറച്ച് സമയം നേരത്തെ, 12 മണിക്ക് ഉറങ്ങുന്നവരാണെങ്കിൽ ഒരു 11:45 ഒരു ദിവസം കിടന്നു നോക്കുക. പിന്നെ അതൊരു 11:30 ആക്കുക, 11 ആക്കുക. അങ്ങനെ വന്ന് നിങ്ങൾ ഒരു 10 മണി എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക കേട്ടോ. ഉറങ്ങുന്നതിന് എന്തായാലും അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഫോൺ നോക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക.
ഫോൺ നോക്കിക്കൊണ്ടാകരുത് നിങ്ങൾ ഉറങ്ങുന്നത്. ഓക്കെ, അപ്പൊ വിചാരിക്കും എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അറിയുക? എമർജൻസി ഉള്ളവര് വിളിച്ചോളും, വിളിക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സീൻ ചെയ്യുന്നില്ല എന്നാവുമ്പോൾ നിങ്ങളെ വിളിക്കും. ഓക്കെ, പിന്നെ അലാറം വെച്ചിട്ട് ഫോൺ അടുത്ത് തന്നെ വെക്കാതെ കുറച്ച് മാറ്റി ഒന്ന് വെക്കാനായിട്ട് നോക്കുക. അപ്പൊ രാവിലെ നമ്മൾ ഉണരുമ്പോ അലാറം സ്നൂസ് ചെയ്യുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് നമ്മൾ പോയി അത് ഓഫ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊരു 7 ദിവസം നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ നിങ്ങളെ വിലമതിക്കുന്നു, നിങ്ങൾ നിങ്ങൾക്കൊരു വില കൊടുക്കുന്നു, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എങ്കിൽ ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ ഒരു ചിട്ടയായ ജീവിത രീതി നിങ്ങൾ കൊണ്ടുവന്ന് നോക്കൂ. പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ചെയ്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കൂ. ജീവിതം ഒരിക്കലും തോറ്റു കൊടുക്കാനുള്ളതല്ല എന്നാണ് എനിക്ക് എന്റെ കുഞ്ഞി അനിയന്മാരോടും അനിയത്തിമാരോടും ഒക്കെ പറയാനുള്ളത്. ചെറിയ പ്രായത്തിലെയാണ് പലരും ജീവിതം മടുത്തു, നിരാശ, ഇനി എനിക്ക് ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള ഡയലോഗുകൾ ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് തോറ്റു കൊടുക്കാനുള്ളതല്ല, ജീവിതം പോരാടാനുള്ളതാണ്. ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. ചുറ്റുവട്ടത്തും കൂടെ ആളുകൾ ഉള്ളപ്പോഴുണ്ടല്ലോ നമ്മൾ അവരുടെയൊക്കെ അഭിപ്രായവും അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യണല്ലോ എന്നെങ്കിലും ആലോചിക്കും. ഒറ്റയ്ക്കുള്ളതാണോ സുഖം? കാരണം ഒറ്റയ്ക്കാണെങ്കിൽ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡിസിഷൻ എടുത്ത് നമുക്ക് പ്രയത്നിക്കാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റും, വിജയം നേടാനും പറ്റും. ആ വിജയം ഉണ്ടാകുമ്പോ ചുറ്റുപാടും നിങ്ങളെ തഴഞ്ഞിട്ടുള്ളതും അവഗണിച്ചിട്ടുള്ളതും കുത്തുവാക്ക് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള മുഴുവൻ ആളുകളും നിങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു കാലത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ നിങ്ങൾക്ക് വിലയുള്ളവരായി മാറുക. എല്ലായിടത്തും എപ്പോഴും അവൈലബിൾ ആകുന്ന ശീലം നിർത്തുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്